തിരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. സർക്കാർ ജീവനക്കാർക്ക് കാര്യമായ കരുതൽ, ശമ്പള പരിഷ്കരണത്തിന് പുതിയ കമ്മീഷൻ, അടിസ്ഥാന ശമ്പളത്തിന്റെ 50% ഉറപ്പ് നൽകി അഷ്വേർഡ് പെൻഷൻ, ഫെബ്രുവരിയിൽ ആദ്യ ഗഡു DA കുടിശ്ശിക തുടങ്ങി അംഗനവാടി, ആശാവർക്കർ, പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെ നിർണായക പ്രഖ്യാപനങ്ങൾ. ആരോഗ്യ അടിസ്ഥാന മേഖലകളുടെ വികസനത്തിന് വാരിക്കോരി പ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതി. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ. ക്യാൻസർ, ക്ഷയ, കുഷ്ഠരോഗികളുടെ പ്രതിമാസ പെൻഷൻ ഇരട്ടിയാക്കി. അതിവേഗ റെയിൽ, വിഴിഞ്ഞം, തുരങ്കപാതകൾ, വ്യവസായ ഇടനാഴി, IT പാർക്കുകൾക്കടക്കം വാരിക്കോരി നീക്കിവയ്പ്. തൊഴിലുറപ്പിന് 1000 കോടി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും അടിയുറപ്പോടെ ഇന്ത്യ. അടുത്ത സാമ്പത്തിക വർഷവും ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ ശക്തിയായി ഇന്ത്യ തുടരുമെന്ന കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 7.2% വരെ GDP വളർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷ. തൊഴിലില്ലായ്മ കുറയുന്നു. ചില സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാവസ്ഥ മോശമായത് കടമെടുപ്പ് ചെലവേറിയതാക്കുമെന്ന് വിലയിരുത്തൽ. സ്പോൺസർഷിപ്പിന്റെ മറവിൽ ശബരിമലയിൽ നടന്ന കോടികളുടെ കൊള്ള കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് അവഗണിച്ചുവെന്ന് വിവരാവകാശ രേഖകൾ. 12 വർഷം മുൻപ് വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ടിൽ സ്വർണ്ണ കൊടിമരത്തിൽ പെയിന്റ് അടിച്ചതും കോടികളുടെ പണപ്പിരിവും. റിപ്പോർട്ടിന്റെ പകർപ്പ് അമൃത വാർത്തകൾക്ക്. സ്വർണ്ണക്കൊള്ളയിൽ S. ശ്രീകുമാറിന് ജാമ്യം. സ്വർണ്ണവിലയിൽ കടിഞ്ഞാണില്ലാത്ത കുതിപ്പ്. ഇന്ന് പവന് ഒറ്റയടിക്ക് കൂടിയത് 8640 രൂപ. പവന്റെ വില 1,31,160 രൂപ. ഗ്രാമിന് 1080 രൂപ വർദ്ധിച്ച് 16,395 രൂപയായി. ഈ ആഴ്ച മാത്രം 10% വർധനവ്. വെള്ളിയുടെ വിലയും കൂടി. ചരിത്രത്തിൽ ആദ്യമായി വില കിലോഗ്രാമിന് 4 ലക്ഷം രൂപയ്ക്കടുത്ത്. സ്വർണ്ണവില ഉയരാൻ കാരണം ഇറാൻ, അമേരിക്ക സൈനിക നീക്കം.